ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 17 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് വിശുദ്ധ മർത്തായുടെ തിരുനാൾ ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും മർത്തയെയും മറിയത്തെയും ഒക്കെ കുറിച്ചുള്ള ചിന്തകൾ ഞായറാഴ്ചകളും ഇട ദിവസങ്ങളും ഒക്കെ നമ്മൾ നടത്തുകയുണ്ടായി. അതിൽ മർത്തയുടെ തിരുനാൾ ദിവസമായിട്ടാണ് ഈ ദിവസത്തെ നമ്മൾ ആചരിക്കുക. യേശുവിൻ്റെ പ്രിയ സുഹൃത്തായ ലാസറിൻ്റെ 2 സഹോദരിമാരിൽ ഒരുവളാണ് മർത്ത. മർത്തയുടെയും മറിയത്തിൻ്റെയും സ്വഭാവം 2 രീതികളിലാണ്. ഒരുവള് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാൻ മിടുക്കിയായ മർത്ത. മറിയം ശാന്തസ്വഭാവിയാണ്, ഉറക്ക വർത്തമാനം പറയാറില്ല. അവള് ഒതുങ്ങിക്കൂടുന്ന ഒരു കഥാപാത്രം. അവൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ഇതിൽ മർത്തയെ നമ്മൾ ഇന്ന് പ്രത്യേകമാവിധം അനുസ്മരിക്കുകയാണ്. ആക്റ്റീവ് മിനിസ്ട്രിയുടെ, അപ്പസ്റ്റോലിക് മിനിസ്ട്രിയുടെ പ്രതീകമായിട്ട് തിരുസഭ ഈ മർത്തയെ കാണുന്നു എന്നത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വിചിന്തനം ചെയ്തതാണ്. മർത്ത ഈശോയെ ശുശ്രൂഷിക്കുന്നതിൽ വ്യഗ്രചിത്തയാണ്. ആത്മീയ കാര്യങ്ങൾ വേണ്ട എന്നതല്ല മർത്തയുടെ പ്രത്യേകത. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ മറിയം വന്നിരുന്നതുപോലെ മർത്തയും ഈശോയുടെ മുമ്പിൽ വചനം കേൾക്കാനിരുന്നെങ്കിൽ അന്ന് പോകുമ്പോഴോ പിന്നെ എപ്പോഴെങ്കിലും ലാസറിനെ കാണുമ്പോഴോ അവളുമാർ 2 പേരും കൂടെ ഒരു കടുങ്കാപ്പി പോലും തരാതെ എന്നെ വിട്ടല്ലോ എന്ന് ഈശോ ലാസറിനോട് പരാതി പറയുമെന്ന് ഉറപ്പാണ്. ഓടി നടന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നത് കാലഘട്ടത്തിൻ്റെ, സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒക്കെ ആവശ്യമാണ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വയറ്റിപ്പഴപ്പ് നടക്കില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രാർത്ഥനയും അപ്പസ്റ്റോലിക് മിനിസ്ട്രിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഈ 2 മനോഭാവങ്ങളെ ഒരുപോലെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഓടി നടന്ന് ആവതുപോലെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക എന്നത് കരണീയമായ കാര്യമാണ്. എന്നാൽ അതിൻ്റെ മറവിൽ, അതിൻ്റെ സാഹചര്യം എന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്. ഈ ആക്റ്റീവ് മിനിസ്ട്രിയിൽ സേവനം ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ മലബാറുകാരൻ അപ്പച്ചൻ സിസ്റ്ററിനെ കാണാൻ കോട്ടയത്തെ മഠത്തിലെത്തി. നേരത്തെ പറഞ്ഞിട്ടൊന്നും അല്ല വന്നത്. മോളെ കന്യാസ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് മണിയടിച്ച് ആദ്യം വന്ന സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് സിസ്റ്ററിനെ കാണണം. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, അയ്യോ അപ്പച്ച, സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പോയേക്കുക. എന്ന് വെച്ചാൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന സഹോദരി പ്രാർത്ഥിക്കാനായൊരു സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. സന്യാസ ജീവിതത്തിലൊക്കെ ഇത് മനസ്സിലാകുന്ന ഭാഷയാണ്. പക്ഷേ ഈ കാർന്നവർ പറഞ്ഞ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് ഞങ്ങളുടെ മകളെ മഠത്തിലേക്ക് വിട്ടത്. അപ്പോൾ അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ കണ്ടിട്ട് പോയേക്കുവാണല്ലോ എന്നത് രസകരമെന്ന നിലയിൽ അപ്പച്ചൻ പറഞ്ഞു. മലബാറിൽ നിന്ന് വന്നിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമവും ആ വാക്കുകളുണ്ട്, നമുക്കറിയാം. പ്രാർത്ഥനയും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ നമ്മളാക്കിയ, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന, വഴി നടത്തുന്ന നല്ല ദൈവത്തിലുള്ള ആശ്രയബോധം നമുക്കുണ്ട് എങ്കിൽ അവനാണ് എൻ്റെ ഉയർച്ചയ്ക്കും വിജയങ്ങൾക്കും കാരണമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവത്തെ മറന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന് ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മർത്തയുടെ പുണ്യവഴികൾ നമ്മൾ സ്വായത്തമാക്കും. എപ്പോഴും പള്ളിയിൽ ധ്യാനത്തിനും
ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ട് മുഴുവൻ സമയം ചെലവഴിക്കുന്ന ഒരു അമ്മച്ചിയെ ഞാൻ ഓർക്കുന്നു. കെട്ടിയവന് ഭക്ഷണം കൊടുക്കണില്ല, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, നേരം വെളുക്കുമ്പം ഇറങ്ങി പോരുക, വൈകുന്നേരം തിരിച്ചു ചെല്ലുന്നു. ധ്യാന കേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ എല്ലാം ഉണ്ട്, പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇതും ശരിയല്ല പ്രിയപ്പെട്ടവരെ. നമുക്കതുകൊണ്ട് രണ്ടിനെയും ഒന്ന് സമന്വയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതവും എൻ്റെ ആക്റ്റീവ് മിനിസ്ട്രി, പ്രേക്ഷിത പ്രവർത്തന മേഖലകൾ, അല്ലെങ്കിൽ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകൾ, അതും ഭംഗിയായിട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.